ഉക്രൈൻ റഷ്യ പ്രശ്നത്തിൽ ഇന്ത്യ ഇടപെടുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട്. എന്തായാലും ഇന്ത്യക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും ഒക്കെ ഉണ്ടായിരിക്കുന്ന വലിയ രാഷ്ട്രീയ സ്വാധീനം അത് ലോകക്രമത്തിന് തന്നെ പുതിയൊരു വഴിത്തിരിവുണ്ടാക്കിയിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഇന്ത്യ മധ്യസ്ഥരായി ഉക്രൈൻ റഷ്യ യുദ്ധം പരിഹരിക്കാനായിട്ട് ഇറങ്ങുന്നത്. ഒന്നാമത് തന്നെ കുരുപൊട്ടിയിരിക്കുകയാണ് ട്രംപ്. പേ പിടിച്ച പട്ടിയെ പോലെയാണ് ട്രംപ് നടക്കുന്നത്. അങ്ങനെ തന്നെയാണ്, പേ പിടിച്ച പട്ടിയാണ് ട്രംപ്. അപ്പോൾ ഈ ട്രംപ് ഇങ്ങനെ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോബൽ സമ്മാനം കിട്ടാത്ത കലിപ്പ് മൊത്തം ഇന്ത്യ എടുത്ത് തീർക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇന്ത്യ പറഞ്ഞു പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നത്തിൽ നിന്ന് ഇയാളൊന്നും വന്നിട്ടില്ല. ആ കലിപ്പ് കിടക്കുമ്പോഴാണ് ഈ തിരിവ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്ത്യക്ക് കലിപ്പ് കൂടി. അപ്പോൾ ഈ പറയുന്ന ഉക്രൈൻ്റെ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ ട്രംപിന് എന്താവും അവസ്ഥ എന്നുള്ളതാണ്. അല്ല, രസം എന്താ വെച്ചാൽ ഈ ട്രംപും മോദിയായിട്ടൊരു ടെലിഫോൺ സംഭാഷണം നടന്ന ഓർമ്മയുണ്ടോ? ആ സമയത്ത് നൈസായിട്ട് ട്രംപ് പറഞ്ഞു, മോനെ മോദി, അവിടെ പാകിസ്ഥാൻകാർ എന്നെ നോബൽ സമ്മാനത്തിന് വേണ്ടി ശുപാർശ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോദി പറഞ്ഞു, ശരി ഞാൻ കേട്ടു കേട്ടോ, പക്ഷേ ആ പൂതി മനസ്സിൽ ഇരിക്കത്തേ ഉള്ളൂ എന്ന് അപ്പോഴേ പറഞ്ഞു. അന്ന് തുടങ്ങിയ ചൊറിച്ചിലാണ്. അതിനുശേഷം വീണ്ടും ട്രംപ് 4 തവണ മോദിയെ വിളിച്ചെന്ന് പറഞ്ഞു. മോദിക്ക് അസുഖം അറിയാവുന്നതുകൊണ്ട് ഫോൺ പോലും എടുത്തില്ല എന്നൊക്കെ കേട്ട് കേൾവി. ഏതായാലും ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തുന്നുണ്ട്. ട്രംപിന് സാധിക്കാത്തത് മോദിക്ക് സാധിക്കുമോ? കാരണം ട്രംപ് ഒരു സമാധാനത്തിൻ്റെ അവധൂതനായിട്ട് സ്വയം എടുത്ത് ഒരു മേലങ്കി എടുത്ത് അണിയുകയാണ്. അതിന് അദ്ദേഹത്തിൻ്റെ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. ഈ വർഷത്തെ സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം ബരാക്ക് ഒബാമയ്ക്ക് കിട്ടിയെങ്കിൽ എനിക്കും കിട്ടണം എന്നുള്ളൊരു നിലപാടാണ് ട്രംപിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ റഷ്യ ഉക്രൈൻ സംഘർഷം എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്നുള്ളൊരു നിലപാടുകാരനാണത് ട്രംപ്. ഈ ചെറിയ രാജ്യങ്ങൾക്കിടയിൽ ചെന്ന് വലിയ മെയിൻ കളിച്ച് അവർ പറയുന്ന ഓം ബ്രാ പറഞ്ഞ് പലരും യുദ്ധം അവസാനിപ്പിച്ച് പോയിട്ടുണ്ട്. പക്ഷേ പുട്ടിൻ്റെ അടുത്തും മോദി എടുത്തും ആ വിളച്ചിൽ ചിലവായില്ല എന്നുള്ളതാണ് വാസ്തവം. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പാണ് പുട്ടിൻ അമേരിക്കയിലോട്ട് സന്ദർശനത്തിന് വന്നത്. ഈ പ്രശ്നം പരിഹരിക്കട്ടെ എന്ന് കരുതി. അതിനു മുമ്പ് പലതവണ പുട്ടിൻ ട്രംപുമായിട്ട് ഫോണിൽ സംസാരിച്ചു. അപ്പോഴൊക്കെ ട്രംപ് നിരന്തരം പുട്ടിനോട് ആവശ്യപ്പെടുന്നുണ്ട്, യുദ്ധം അവസാനിപ്പിക്കൂ. പക്ഷേ പുട്ടിൻ ഒരു ചെവി കൊണ്ട് കേൾക്കും, മറു ചെവി കൊണ്ട് അത് തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. അവസാനം ഇപ്പോൾ ചർച്ചയ്ക്ക് വന്നെങ്കിൽ പോലും റഷ്യ അല്ലെങ്കിൽ പുടിൻ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. ട്രംപിൻ്റെ ഉദ്ദേശം നടന്നില്ല. അങ്ങനെ ആ ചർച്ച അലസി പിരിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. ആ ഒരു ഘട്ടത്തിലാണ് നരേന്ദ്രമോദിക്ക് ഈ വിഷയം പരിഹരിക്കാൻ പറ്റുമോ എന്നുള്ളത്. അതിൻ്റെ സാധ്യതകൾ വളരെ വലുതാണ്. കാരണം ഈ 2 രാജ്യങ്ങൾക്കിടയിലും ഒരേപോലെ സ്വീകാര്യനാണ് നരേന്ദ്രമോദി. പുടിനും റഷ്യയും അല്ലെങ്കിൽ പഴയ സോവിയറ്റ് യൂണിയനും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം എന്തെന്ന് ആർക്കും ഇനി പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും ഒടുവിൽ വന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും തന്നെ അതിന് തെളിവാണ്. പുടിൻ മോദിക്ക് വേണ്ടി 10 മിനിറ്റോളം കാറിൽ കാത്തിരുന്നതിൻ്റെ കാരണം എന്തെന്ന് എല്ലാവർക്കും അറിയാം. അവരെ അത്രയ്ക്ക് തമ്മിൽ ഒരു വ്യക്തിബന്ധം രണ്ടുപേരും തമ്മിൽ പുലർത്തുന്നുണ്ട്. അതുമാത്രമല്ല, ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായിട്ടും ഇന്ത്യയുമായിട്ട് അല്ലെങ്കിൽ ഉക്രൈൻ ഇന്ത്യ ബന്ധവും വളരെ സുദൃഢമാണ്. സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ 2 രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ആശംസകൾ നേർന്നതും അതിൽ സെലൻസ്കി ഇന്ത്യക്ക് നന്ദി അറിയിച്ചതും വാർത്ത വന്നതാണ്. കാര്യം അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ ഇന്ത്യ എടുക്കുന്ന നിലപാടുകൾക്ക് നന്ദി അറിയിക്കുന്നു എന്നുള്ളതാണ് ഉക്രൈൻ പ്രസിഡന്റിൻ്റെ പ്രതികരണം വന്നത്, അല്ലെങ്കിൽ ട്വീറ്റ് വന്നത്. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ 2 കൂട്ടർക്കും ഒരേപോലെ സ്വീകാര്യനാണ്. അവിടെയാണ് കളിയിരിക്കുന്നത്. കാരണം ഒരു നിഷ്പക്ഷന് മാത്രമേ ഒരു തർക്കം പരിഹരിക്കാൻ പറ്റുള്ളൂ. കാര്യം 2 പേരുടെയും ഒരേപോലെ സ്വീകാര്യനായ ആൾ പറയുന്നത് കേൾക്കാൻ 2 കൂട്ടരും ഒരു പക്ഷേ തയ്യാറായി നിൽക്കും. പക്ഷേ ട്രംപ് ഈ ഉക്രൈൻ റഷ്യക്കെതിരെ നടത്തുന്ന യുദ്ധത്തിൻ്റെ സ്പോൺസർ ട്രംപാണ്, അല്ലെങ്കിൽ നാറ്റോ സഖ്യ രാജ്യങ്ങളാണ്. അമേരിക്ക കൊടുക്കുന്ന ആയുധങ്ങൾ വെച്ചിട്ടാണ് ഈ ഉക്രൈൻ റഷ്യക്കെതിരെ ആക്രമണം നടത്തുന്നത്. അപ്പോൾ ഈ ഒരു ചർച്ചയിൽ അമേരിക്കയുടെ നിലപാട് അത് പക്ഷപാതപരമായിരിക്കും എന്നുള്ളത് ആർക്കും മനസ്സിലാകുന്ന സംഗതിയാണ്. അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആ ചർച്ചയിൽ അതിലൊരു ഫലവത്തായ തീരുമാനം ഉണ്ടാകാതെ ആ ചർച്ച പിരിഞ്ഞത്. വീണ്ടും ചർച്ചകൾ, ഇത് ഒരു കരാറുണ്ടായിട്ടില്ല, ഒരു തുടർ ചർച്ചകൾക്ക് ഇനിയും സാധ്യതയുണ്ടെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും പുടിൻ എടുത്ത നിലപാടെന്താണോ അവിടെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇനി മോദിയെ സംബന്ധിച്ച് ഈ ഒരു ദൗത്യം അത്ര സുഖകരമായിരിക്കില്ല, വളരെ വെല്ലുവിളി നിറഞ്ഞതായിരിക്കും. കാരണം പുടിനെ അനുനയിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ടാസ്ക്കാണ് മോദിയെ സംബന്ധിച്ച്. കാരണം പുടിൻ ഒരു എന്താ പറയുക, ഇന്ന് നമ്മുടെ ലോകം കാണുന്നതിൽ വെച്ച് ഏറ്റവും ദൃഢനിശ്ചയമുള്ള നേതാക്കന്മാരിൽ ഒരാളാണ് പുടിൻ. അദ്ദേഹം ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് തന്നെ പ്രഖ്യാപിച്ചിരുന്നു, വിജയം കാണുന്നത് വരെ യുദ്ധം ചെയ്യും. നേരത്തെ തന്നെ 2012 റഷ്യ ഉക്രൈനിൽ നിന്ന് ക്രിമിയ പിടിച്ചെടുത്തു. അന്നു മുതലാണ് ഈ ഒരു പുകച്ചിൽ തുടങ്ങിയത്. 2 രാജ്യങ്ങളും തമ്മിലുള്ള പുകച്ചിൽ തുടങ്ങിയത് അപ്പോഴാണ്. അതിനുശേഷമാണ് ഉക്രൈൻ നിലപാടെടുത്തത്, നാറ്റോ ഞങ്ങൾ അംഗത്വം എടുക്കാൻ പോകുന്നു, അങ്ങനെ ഞങ്ങളുടെ സംരക്ഷണ ചുമതല നാറ്റോയും അമേരിക്കയും ഏറ്റെടുക്കും. അപ്പോഴാണ്
പിന്നെ ആ ഒരു വെല്ലുവിളി അത് അങ്ങ് ഇരിക്കട്ടെ എന്ന് കരുതി 2022 റഷ്യ പൂർണ്ണമായ സൈനിക അധിനിവേശം തുടങ്ങി, അല്ലെങ്കിൽ പരസ്യ യുദ്ധം തുടങ്ങി, തുടർന്ന യുദ്ധം തുടങ്ങി. ഇപ്പോൾ റഷ്യ ആവശ്യപ്പെടുന്നത് ഈ യുദ്ധം ഞങ്ങൾ അവസാനിപ്പിക്കാം, പക്ഷേ ഈ നേരത്തെ പിടിച്ചെടുത്ത ക്രിമിയ കൂടാതെ 5 പ്രവിശ്യകൾ കൂടി ഞങ്ങൾക്ക് വേണം. പറഞ്ഞാൽ അത് ഡോൺബാസ്, ലുഹാൻസ്ക്, ഡോൺസ്ക്, സപ്പറേഷ്യ, ഖേഴ്സൺ, ഈ പ്രവിശ്യകൾ കൂടി റഷ്യക്ക് വേണമെന്നുള്ളതാണ് പുട്ടിൻ്റെ നിലപാട്. അതിൽ ഈ ഡോൺബാസ് എന്ന് പറയുന്നത് ഉക്രൈനെ സംബന്ധിച്ച് കൈയൊഴിയാൻ തീരെ മനസ്സുണ്ടാവില്ല. കാരണം അതൊരു വ്യാവസായിക മേഖലയാണ്. അവിടെ ലിഥിയം നിക്ഷേപത്തിൻ്റെ വലിയൊരു നിക്ഷേപമുള്ള മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രവിശ്യ വിട്ടുകൊടുക്കാൻ ഒരു കാരണവശാലും ഉക്രൈൻ സന്നദ്ധമാകില്ല. പക്ഷേ റഷ്യ ആ ഒരു നിലപാടിൽ 5 പ്രവിശ്യകൾ കൂടി വേണം എന്നുള്ളൊരു നിലപാടിലാണ് നിൽക്കുന്നത്. ഈ സമയത്താണ് ട്രംപ് തന്ത്രപരമായി ഒരു ഒത്തുതീർപ്പ് ധാരണ എന്ന പേരിൽ ഈ ഒരു വിലപേശൽ തന്ത്രം എന്ന രീതിയിൽ ഈ 5 പ്രവിശ്യകളിൽ 3 നിങ്ങൾ എടുത്തോ, ബാക്കി നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം, അവിടുന്ന് സൈന്യത്തെ പിൻവലിക്കണം, ഈ ഒരു ധാരണയും വെച്ചുകൊണ്ടാണ് ട്രംപ് പുട്ടിനെ ചർച്ചയ്ക്ക് വിളിച്ചത്. പക്ഷേ പുട്ടിൻ അതിന് വഴങ്ങിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ ഉക്രൈൻ നേതാവ് സെലൻസ്കിയുടെ ഒരു നിലപാട് ഇവിടെ പ്രസക്തമാണ്. ഇത്രയും പ്രവിശ്യകളൊക്കെ വിട്ടുകൊടുത്തുകൊണ്ട് ഒരു സമാധാനം ഉണ്ടാക്കുന്നതിലും ഭേദം ഞങ്ങളെ പൂർണ്ണമായി നിരായുധീകരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു രാജ്യത്തിൻ്റെ 2/3 ഭാഗവും റഷ്യക്ക് വിട്ടുകൊടുത്തുള്ള ഒരു ഒത്തുതീർപ്പിന് ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞത്. അപ്പോൾ രണ്ടുപേരും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ ഇവർക്കിടയിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഒരു പരസ്പര ധാരണ ഉണ്ടാക്കിയെടുക്കുക, ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് വളരെ ഒരു ഹിമാലയൻ ദൗത്യം തന്നെയായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുമാത്രമല്ല, ഇവർ തമ്മിലൊരു ധാരണ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, യൂറോപ്യൻ യൂണിയനും അമേരിക്കയ്ക്കും കൂടി അത് സ്വീകാര്യമാണ്, അല്ലെങ്കിൽ നാറ്റോ സഖ്യ രാജ്യങ്ങൾക്കും കൂടി അത് സ്വീകാര്യമാകണം. അതും ഇന്ത്യയെ സംബന്ധിച്ച് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. പക്ഷേ നരേന്ദ്രമോദിക്ക് ഇപ്പോൾ ഒരു പ്രതിച്ഛായയുണ്ട്. സൗത്ത് ഏഷ്യയിലെ ഏറ്റവും ജനപ്രീതിയുള്ള, അല്ലെങ്കിൽ ഏറ്റവും ജനസ്വാധീനമുള്ള, അല്ലെങ്കിൽ ഒരു പ്രസക്തനായ, ലോകം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നേതാവ് എന്ന നിലയിൽ മോദിക്കുണ്ടായ ഒരു പരിവേഷമുണ്ട്. അത് ഈ ഒരു ദൗത്യത്തിൽ, ഈ ഒരു സമാധാന ദൗത്യത്തിൽ ഉപയോഗിച്ചാൽ അത് തീർച്ചയായിട്ടും മോദിയെ കേൾക്കാൻ 2 കൂട്ടരും തയ്യാറാകും എന്നൊരു നിരീക്ഷണമാണ് ലോകമാധ്യമങ്ങളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ട്രംപിന് സാധിക്കാത്തത് മോദിക്ക് സാധിച്ചാൽ, അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ സമാധാന ദൂതൻ അത് ട്രംപോ മോദിയോ. ഇപ്പോൾ ട്രംപ് ഇതിനു വേണ്ടി ഈ ശ്രമങ്ങളൊക്കെ നടത്തുന്നത് ഉദ്ദേശം നോബൽ സമ്മാനം കിട്ടുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ട്രംപിന് സാധിക്കാത്തത് മോദിക്ക് സാധിച്ചാൽ, നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇന്ത്യക്കെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച അമേരിക്കയ്ക്ക്, അല്ലെങ്കിൽ ട്രംപിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ മറുപടി അതായിരിക്കും. കാരണം ട്രംപിനെ കേൾക്കാതെയാണ് പുട്ടിൻ ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെയാണെങ്കിൽ മോദിക്ക് ചെവി കൊടുക്കാൻ പുട്ടിൻ തയ്യാറായാൽ പോലും, ഒരു ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്ന് അറിയിച്ചാൽ പോലും അത് ഒരു വലിയ നേട്ടമായിട്ട് വേണം കരുതാൻ. സമാധാനം ഉണ്ടാക്കുകയില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഈ വിഷയത്തിൽ 2 കൂട്ടരെ ഒരേപോലെ ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുത്തിയാൽ ട്രംപിന് പോലും അത് സാധിച്ചിട്ടില്ല. പുട്ടിനെ പ്രത്യേകമാണ് അദ്ദേഹം ഒരു ചർച്ചയ്ക്ക് വിളിച്ചത്, അതിനുശേഷമാണ് സെലൻസ്കിനെ വിളിച്ചു വരുത്തിയത്. പക്ഷേ ഇവിടെ മോദിക്ക് 2 കൂട്ടരെ ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുത്താൻ സാധിച്ചാൽ പോലും അതൊരു ചരിത്രപരമായ നേട്ടമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ മോദിക്ക് പിന്നീട് കിട്ടുന്ന ഒരു പേര് ഒരു ലോക സമാധാന സ്ഥാപകൻ എന്നുള്ളതായിരിക്കും. ഒരു ലോക ഗുരു എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്, വിശ്വഗുരു എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. ഒരു ലോക സമാധാന സ്ഥാപകനായിട്ട് മോദിയുടെ ഒരു പരിവേഷം മാറുന്നു. പക്ഷേ റഷ്യക്ക് മറ്റൊരു അജണ്ട കൂടിയുണ്ട്. അവർ ഈ ഉക്രൈൻ എന്ന് പറയുന്ന നാറ്റോ സഖ്യ രാജ്യമാകാൻ പാടില്ല എന്നുള്ളൊരു നിലപാടുകാരനാണ്. ഉക്രൈനെ കൂടാതെ മാൾഡോവ കൂടി ഇപ്പം നാറ്റോ സഖ്യ രാജ്യമല്ലാത്ത രാജ്യമായിട്ട് റഷ്യയുടെ അതിർത്തി മേഖലയിലുണ്ട്. അപ്പോൾ ഇവർ 2 പേരും, അല്ലെങ്കിൽ ഉക്രൈൻ നാറ്റോ സഖ്യരാജ്യമാവുകയാണെങ്കിൽ നാറ്റോ സേന തൻ്റെ പടിവാതിൽക്കലെത്തും എന്നുള്ളൊരു ഭീതി റഷ്യയെ സംബന്ധിച്ചുള്ള അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഈ ഒരു കടമ്പ കൂടി നരേന്ദ്രമോദിക്ക് മറികടക്കാനുണ്ട്. ഉക്രൈൻ എടുക്കുന്ന നിലപാട് കൂടി അതിൽ പ്രധാനമാകും.